ഓക്കെ, എല്ലാവർക്കും ജയ് ഭീം, ജയ് മുൾനിവാസി, നമോ ബുദ്ധായ. വന്നിരിക്കുന്ന സുജാത മാഡം, മുരുകൻ സർ, അജിത് കുമാർ സർ, സാജൻ സർ, രമാദേവി മാഡം, സനിൽ സർ, മുരളീധരൻ സർ, പ്രസാദ് സർ, ചന്ദ്രകുമാർ സർ, ബെന്നി സർ, സോമർ സർ, എല്ലാവരെയും ഞാനിത് 14ാമത്തെ നമ്മുടെ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് വളരെ ഗംഭീരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇത്രയും കാലം ഒരു ഇതിൻ്റെ ഉള്ള ഒരു പ്രിപ്പറേഷൻ പോലെയാണ്. അതായത് ഇതിലേക്ക് എത്തിയില്ല, നമ്മൾ എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 13 വീക്കുകളിലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തത് അതിൻ്റെ കുറിക്ക്, അതായത് അതിൻ്റെ ഒരു പിന്നെ കറക്റ്റ് ഇതുണ്ടല്ലോ, എന്താ പറയുക, ആ കറക്റ്റ് പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. എവിടെയാണ് നമ്മുടെ മനസ്സിൻ്റെ കടിഞ്ഞാൺ, ഏത് പോയിന്റിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഒരു വളരെ ഫലവത്തായിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഞാൻ അത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അജിത് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു രഞ്ജിത്തെ. വന്നിരിക്കുന്ന എല്ലാവർക്കും ജയ് ഭീം, നമോ ബുദ്ധായ. ഇന്നത്തെ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. രഞ്ജിത്ത് പറഞ്ഞത് അതൊരു വളരെ നല്ല ക്ലാസ് ആയിരിക്കുമെന്ന് രഞ്ജിത്തിന്റെ ഒരു പ്രതീക്ഷ അതുപോലെ വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസിന്റെ സബ്ജക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മനസ്സിന്റെ കടിഞ്ഞാൺ. അതെന്താണ്, അതെവിടെയാണ്? മനസ്സൊരു കുതിരയാണ്, ഒരു ഭ്രാന്ത് പിടിച്ചോടുന്ന ഒരു കുതിരയാണെങ്കിൽ അതിന്റെ കടിഞ്ഞാണ് എവിടെയായിരിക്കണം, എവിടെയാണ് നമ്മൾ എവിടെ പിടിച്ചാലാണ് ഒന്നൊന്ന് നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇത് മനുഷ്യൻ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ്. കാരണം ചില സമയത്ത് ചില ചിന്തകളും ചില അസ്വസ്ഥതകളും വന്ന് തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ അകത്ത് കിടന്ന് പെട്ടുപോകും. നമ്മളിപ്പം അതില്ലാത്ത സമയത്ത് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഏതെങ്കിലും ഒരു നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ നമ്മുടെ പുറകിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്കകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പറയുന്നത് മനസ്സിലാവത്തുള്ളൂ. കാര്യം നമ്മൾ അപ്പൊ ആ അവസ്ഥയിലായിരിക്കും. നമ്മൾ കിടന്നാ കിടപ്പുറയ്ക്കത്തില്ല, ഇരുന്നാ ഇരിപ്പുറയ്ക്കത്തില്ല, ഉറക്കം വരത്തില്ല. നമ്മള് ഫുൾ ടൈം ടെൻഷനിലും സ്ട്രെസ്സിലും ആയിരിക്കും. ഇത് എങ്ങനെയാവും, എങ്ങനെ പോകും, എങ്ങനെ മുമ്പോട്ട് പോകും, എന്ത് ചെയ്യണം, ഞാൻ ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു അന്തവും കിട്ടുന്നില്ല. അതിനുശേഷം പല പല പരിപാടികൾ നമ്മൾ നോക്കും, അതുകൊണ്ടൊന്നും പ്രയോജനം വരുന്നില്ല. പിന്നെ നമ്മള് എന്തായിരിക്കും നമ്മളുടെ ഈ ഭാവി എന്നുള്ളതിനെ പറ്റി ഉത്കണ്ഠ, ആങ്സൈറ്റി കൂടുന്നു. അതിനുശേഷം പിന്നെ നമ്മള് ഭാവി എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പല ആൾക്കാരുടെ പുറകെ പോകുന്നു, ജ്യോതിസ്യന്മാരെ കാണുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ദോഷമൊന്നും വരരുത്, എന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തരണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ കിടന്ന് ഇങ്ങനെ കെട്ടിമറിയും കിടന്നു. പക്ഷെ എന്നാലും ഈ പ്രശ്നം നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ നമ്മളിട്ട് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും, പോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ എവിടെയെങ്കിലും ഒന്ന് പിടിച്ച്, അപ്പോൾ ചിലരാണെങ്കിൽ മദ്യത്തിൽ അഭയം തേടും, ചിലർ മയക്കുമരുന്ന്, എന്തൊക്കെ എത്രത്തോളം സീരിയസ് ആണെന്ന് ആശ്രയിച്ചിരിക്കും. ചിലർ മദ്യത്തിലോ അല്ലെങ്കിൽ മയക്കുമരുന്നിലോ അല്ലെങ്കിൽ മറ്റൊന്ന് കാര്യങ്ങളിലോ നമ്മൾ എങ്കിലൊന്ന് ബോധം കെട്ടാൽ മതി, ഓർമ്മയെങ്കിലും ഒന്ന് കെട്ടാൽ മതി എന്നും പറഞ്ഞ അവസാനത്തെ അറ്റ കൈക്ക് പ്രയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോ ഏറ്റവും കടുങ്കൈയായിട്ടുള്ള ആത്മഹത്യ വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് തന്നെയാണ് പ്രശ്നം. അവിടെ മനസ്സ് നമ്മുടെ പിടിച്ച പിടിയിൽ നിൽക്കാത്തൊരവസ്ഥ വരും. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി അധികം ബോധേടാവത്തില്ല. പക്ഷെ പ്രശ്നങ്ങൾ എത്തിക്കഴിയുമ്പോഴോ അല്ല പ്രശ്നത്തിന്റെ അകത്തോട്ട് വീഴുമ്പോഴായിരിക്കും നമ്മൾ ശരിക്കും കിടന്ന് നമ്മൾ നട്ടം തിരിയുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ആൾദൈവങ്ങളെ കാണാൻ പോകും, പരിഹാരത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കും, പ്രശ്നം വെപ്പിക്കാൻ നോക്കും. പല പരിപാടികൾ കിടന്ന് നമ്മൾ കടന്നു പോകും. നമുക്ക് അറിയത്തില്ല എങ്ങനെ പിടിക്കണം. കാര്യം കിടന്നാലും നമ്മുടെ തല കൊണ്ട് ഇങ്ങനെ തല കിടന്ന് ഓടിക്കൊണ്ടിരിക്കും, ബ്രെയിൻ ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ചിന്തകളെല്ലാം വരികയും ചെയ്യും. എനിക്കിതൊന്നും മറക്കാൻ, എന്റെ തലയ്ക്കകത്തൊന്നും കളയാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അസ്വസ്ഥപ്പെടുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ആലോചിക്കും, ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഓഫാക്കി ഇടാനായിട്ട് അല്ലെങ്കിൽ ഇതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കും. മിക്കവാറും ഉള്ള ദൈവവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഈ ഒരു പ്രശ്നത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ഞാൻ പിന്നെയും ചില പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിന്റെ അകത്തും. അതങ്ങനെയാണ്. ചില സത്യങ്ങൾ, അടിസ്ഥാന ചില സത്യങ്ങളുണ്ട്, അത് നമ്മൾ ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് തന്നെ പറയേണ്ടിയിരിക്കും. ഇപ്പൊ നിങ്ങളൊരു സ്ക്രിപ്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഇതുപോലെ തന്നെ എല്ലാ ചാപ്റ്ററിലും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും അതിനകത്ത് ചില പ്രവാചകന്മാർ പറയുന്നേക്കാം. അതിപ്പോ ഖുറാനകത്തായാലും ബൈബിളിനകത്തായാലും ഒക്കെ സ്ഥിരം ഒരേ കാര്യങ്ങൾ എല്ലാ പേജിലും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. കാരണം ചില ഫണ്ടമെന്റൽ സത്യങ്ങൾ അതാണ്. അതുകൊണ്ട് നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല.
ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇയാൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ പിന്നെയും പിന്നെയും പറയുന്നതെന്ന് തോന്നുമായിരിക്കും. പക്ഷെ അതങ്ങനെയാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ നമ്മൾ ഈ സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ്. മനസ്സെന്ന കുതിരയുടെ കടിഞ്ഞാൺ എവിടെയാണ്? അതിന് ഒരു മുന്നോടിയായിട്ടൊരു കഥ ഞാനൊന്ന് പറയാം. നമ്മളെല്ലാവരും മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ പറ്റി കേട്ടിട്ടുണ്ടാവും. ചക്രവർത്തി അല്ല, അലക്സാണ്ടർ മഹാരാജാവ് എന്ന് വേണം പറയാം. ചക്രവർത്തി എന്ന് പറയുമ്പോൾ ബുദ്ധമതത്തിന്റെ എന്താ പറയാ, ധമ്മചക്രത്തിനനുസരിച്ച് ഭരിക്കുന്നവരെയാണ് നമ്മൾ ചക്രവർത്തി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ രാജാക്കന്മാരുടെ രാജാവ് എന്നുള്ളതിന് മഹാരാജാവ് എന്നാണ് പറയേണ്ടത്. പക്ഷെ അതിന് ചക്രവർത്തി നമ്മൾ പറയുന്ന ഒരു പേര് വരാൻ തന്നെ കാരണം അശോകനാണ്. അശോകൻ വന്നതിന് ശേഷമാണ് ഈ രാജാക്കന്മാരുടെ രാജാവിന് നമ്മൾ ചക്രവർത്തി എന്ന് പേര് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ രാജാക്കന്മാരുടെ രാജാവ് എന്ന് മാത്രം, മഹാരാജാവ് എന്ന് മാത്രം പറയേണ്ടിയിരുന്ന ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ചക്രവർത്തി എന്ന പേര് വന്നത് ധമ്മ നിയമങ്ങൾക്കനുസരിച്ച് ധമ്മചക്രത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടാണ് ചക്രവർത്തി, ചക്രത്തിനനുസരിച്ച് വർത്തിക്കുന്നയാൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന് പേര് വന്നത്. പക്ഷെ നമ്മളിപ്പോൾ വന്ന് എല്ലാവർക്കും നമ്മൾ ചക്രവർത്തി എന്ന് വിളിക്കുക, വലിയ വലിയ രാജാക്കന്മാരെല്ലാം ചക്രവർത്തി എന്ന് വിളിക്കുക. പക്ഷെ ഇതാണ് എൻ്റെ പുറകിലുള്ള കഥ. അലക്സാണ്ടറെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അലക്സാണ്ടർ കുഞ്ഞായി ചെറുപ്പത്തിൽ തന്നെ, ഒരു കുട്ടിയായിരിക്കണ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മാസിഡോണി എന്ന് പറയുന്ന ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന ഫിലിപ്പ് എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്. അദ്ദേഹം ഒരു കുതിരയെ ഈ കുട്ടിക്ക് സമ്മാനമായിട്ട് നൽകുകയാണ്. ഒരു ഭയങ്കര ശക്തനായ ഒരു കാട്ടു കുതിരയാണ്, മെരുങ്ങിയിട്ടില്ല. അപ്പൊ ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന പ്രഗത്ഭരായ കുതിര സവാരിക്കാരെയും കുതിര ഓട്ടക്കാരെയും ഇതിനെ മെരുക്കുന്ന ആൾക്കാരെയും ഒക്കെ രാജാവ് അതിനു വേണ്ടി നിയോഗിക്കുന്നുണ്ട്, ഈ കുതിര എങ്ങനെ ഒന്ന് മെരുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ കുതിര എന്ത് ചെയ്താൽ മെരുങ്ങുന്നില്ല. പക്ഷെ ഭയങ്കര സുന്ദരനായ ഒരു കുതിരയാണ്. അതിന് ബ്യൂസിഫാലസ് എന്നാണ് പേര് കൊടുത്തിരുന്നത്, ബ്യൂസിഫാലസ്. അപ്പൊ ഈ ബ്യൂസിഫാലസ് കുതിരയെ ഒന്ന് മെരുക്കാനായിട്ട് അവരെല്ലാവരും പഠിച്ച പണി 18 നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പൊ അലക്സാണ്ടർ ഒരു ദിവസം, അലക്സാണ്ടർ നല്ല മിടുക്കനായ ഒരു കുട്ടിയാണ്, യുവാവായി തുടങ്ങും, കൗമാരത്തിലേക്ക് വരികയാണ്. അപ്പം പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുമ്പം ആദ്യം കുതിരയുടെ പുറത്ത് കയറാനും അതിന്റെ കടിഞ്ഞാൻ പിടിച്ചു വലിക്കാനും ഒക്കെ പുള്ളി നോക്കുന്നുണ്ട്. പക്ഷെ കുതിര പുള്ളിയെ കുടഞ്ഞ് താഴെ ഇടുകയാണ്. പലതവണ നോക്കി പറ്റുന്നില്ല. അവസാനം പുള്ളി ചെയ്തത് എന്താന്ന് പറഞ്ഞാല്, ഈ കുതിരയ്ക്ക് എന്താണ്, ഈ കുതിര ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പെരുമാറുന്നതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം നോക്കുകയാണ്. അപ്പോ അദ്ദേഹം കാണുന്നു, ഈ കുതിര ഒരു പ്രത്യേക ദിശയിൽ നിൽക്കുമ്പോഴാണ് അത് എപ്പോഴും ഇങ്ങനെ വിരളി പിടിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ആ ദിശയിൽ നിർത്തുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് നോക്കുക. ആ ദിശയിൽ നിൽക്കുമ്പോൾ കുതിര അതിന്റെ സ്വന്തം നിഴല് കാണുന്നുണ്ട്. ആ നിഴല് മൂവ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇത് കിടന്ന് വെപ്രാളം പെടുന്നത്. അപ്പൊ നേർക്ക് മനസ്സിലായി, ഈ നിഴലിനെ കണ്ട് പേടിച്ചിട്ടാണ് ഈ കുതിര കിടന്ന് ഈ വെപ്രാളം കാണിക്കുന്നത് മനസ്സിലായി. അപ്പോ അതിനെ സൂര്യനെ നേരെ പിടിച്ചങ്ങ് നിർത്തുപോയി, അഭിമുഖമായിട്ട് നിർത്തി. അപ്പൊ എങ്ങനെ നിഴല് പുറകിലെ അടിക്കത്തുള്ളൂ, അതിനെ കുതിര കാണാം. അങ്ങനെ അതിനെ പിടിച്ച് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് കുതിരയുടെ ഈ പറയുന്ന ചാട്ടവും ബഹളവും കുറഞ്ഞു. അപ്പൊ പിന്നെ പുള്ളിക്കാരൻ അതിനെ തൊട്ട് തലോടി അതിന്റെ കൂടെ നിർത്തി അതിനെ ഒന്ന് പതുക്കെ ശാന്തനാക്കി. അതിനുശേഷം അതിന്റെ മുകളിൽ കയറി പിന്നെ ആ കടിഞ്ഞാൺ ഉപയോഗിച്ച് പിന്നെ അദ്ദേഹം അതിനെ മെരുക്കുകയാണ്. പിന്നെ അതുമായിട്ട് ചങ്ങാത്തമായി. പിന്നെ കുതിരയ്ക്ക് മനസ്സിലായി ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ആ കുതിരയെ പിന്നെ അയാൾ മെരുക്കി പിന്നെ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയാണ്. അവസാനം വരെ, ഏറ്റവും ഒടുവിൽ വരെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കുതിരയാണ്. അതായത് ഇന്ത്യയിലെ പോറസുമായിട്ടുള്ള യുദ്ധത്തിന് വരുമ്പോഴും ഒക്കെ ഈ കുതിരയുണ്ട്. അവസാനം ഝലം നദിയുടെ തീരത്താണ് ഈ കുതിര മരണപ്പെടുന്നത് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം അതിന്റെ യഥാർത്ഥ കാരണം എന്തെന്ന് മനസ്സിലാക്കി. ആ കുതിര എന്തുകൊണ്ടാണ് കിടന്ന് വിരളി പിടിക്കുന്നതെന്നും ഒരിക്കലും അത് നിശ്ചലമാകാതെ അല്ലെങ്കിൽ ഒന്ന് ശാന്തനാവാതെ നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ കാരണത്തിന് അദ്ദേഹം അഡ്രസ് ചെയ്തപ്പോഴാണ് ആ കുതിര അദ്ദേഹത്തിന് മെരുക്കാൻ പറ്റിയത്. അതുവരെ മറ്റുള്ളവരൊക്കെ പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മളും പല പണികളും നമ്മൾ നോക്കുമ്പോഴും അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
അപ്പൊ ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് മനസ്സിന്റെ പ്രവർത്തനം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് പഠിക്കുക, ഇത് മനസ്സിലാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അഷ്ടാംഗ മാർഗം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ബുദ്ധൻ ഫോം ചെയ്തിട്ടുള്ളത്. മറ്റ് മതക്കാരും അങ്ങനെ ഒരു സിസ്റ്റം ഫോം ചെയ്തിട്ടില്ല. സ്വന്തം മനസ്സിനെ പഠിക്കാനായിട്ട് മറ്റൊരു മതങ്ങളും ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. ഏത് മതം നിങ്ങൾ എടുത്തോ, ഇസ്ലാം അങ്ങനെ നമ്മളെ സ്വന്തം മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിപ്പിക്കുന്നില്ല. ക്രിസ്തുമതം പഠിപ്പിക്കുന്നില്ല നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിപ്പിക്കുന്നില്ല. ഹിന്ദുമതം നമ്മളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിപ്പിക്കുന്നില്ല. യഹൂദമതം പഠിപ്പിക്കുന്നില്ല. സിഖ് മതം പഠിപ്പിക്കുന്നില്ല. ഒരു മതങ്ങളും നമ്മുടെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിപ്പിക്കുന്നില്ല. ഈ ഒരു സാധനം മാത്രം, അതായത് ധമ്മം മാത്രമാണ് പ്രത്യേകമായി അതിനു വേണ്ടി തന്നെ ഫോക്കസ് ചെയ്ത് ഒരു സിസ്റ്റം ഉണ്ടാക്കുകയും അത് നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് വ്യവസ്ഥാപിതമായ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് നമുക്ക് വേണ്ടി ആവിഷ്കരിക്കുകയും ചെയ്തത്. ഇത് തന്നെ നമ്മളെ സ്വതന്ത്രനാക്കുകയാണ്. അതായത് നമ്മൾ ഒന്നിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു ദൈവത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്ധവിശ്വാസത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തട്ടിപ്പ് നടത്തുന്ന ഒരു ജ്യോത്സ്യനെയോ ഇവരെ ആരും നമ്മൾ വിശ്വസിക്കേണ്ട, അതിനെ ആശ്രയിക്കേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. നമുക്ക് നമ്മുടെ മൈൻഡിന്റെ വർക്കിംഗ് പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യും. അപ്പൊ ആദ്യം അതിന്റെ വർക്കിംഗ് പാറ്റേൺ മനസ്സിലാക്കണം വേണ്ടതുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങണം. അതിന്റെ നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും പ്രവർത്തനങ്ങളെ നമ്മൾ നിരീക്ഷിക്കണം. നിരീക്ഷിച്ചാണ് പഠിക്കേണ്ടത്. ബുക്ക് നോക്കിയാൽ നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ബുക്ക് നോക്കി പഠനം ഇതിനകത്ത് നടക്കത്തില്ല എന്ന് പറയുന്നത്. അഷ്ടാംഗ മാർഗത്തിനകത്ത് ബുക്ക് നോക്കിയുള്ള പഠനം നടക്കത്തില്ല. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും ഒന്നും ബുക്കിനകത്ത് കാണത്തില്ല. ബുക്കിനകത്ത് വേണമെങ്കിൽ നമുക്ക് ബയോളജി പഠിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പോയാൽ വേണമെങ്കിൽ നമുക്ക് സൈക്കോളജി പഠിക്കാം. ഇതൊക്കെ പഠിച്ചാലും നമ്മൾ നിരീക്ഷിച്ച് പഠിക്കുന്ന എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കുന്നത് പോലെ ആകത്തില്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരത്തിൽ സ്വന്തം മനസ്സിനകത്തും യഥാസമയം ഓരോ സമയത്തും എന്താണ് നടക്കണമെന്ന് നമ്മൾ സ്വയം നിരീക്ഷിച്ച് പഠിക്കുകയാണ്. അപ്പോ ബെന്നി സാർ ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താ സാറേ? അബദ്ധവശാൽ തട്ടിയതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അഷ്ടാംഗ മാർഗം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾക്ക് ബുദ്ധൻ തന്നത്. അതിനകത്തൂടെ നമ്മളോട് പറയുന്ന 4 കാര്യങ്ങളെ നിങ്ങൾ നിരീക്ഷിക്കുക. മനസ്സിന്റെ ഒരു 2 പ്രധാനപ്പെട്ട ഘടകങ്ങളെയും ശരീരത്തിന്റെ 2 ഘടകങ്ങളെയും നിങ്ങളൊന്ന് നിരീക്ഷിക്കുക, നിരന്തരം നിരീക്ഷിക്കുക. ഇതിനാണ് 4 സതിപദ്ധാനാസ് എന്ന് പറയുന്നത്. 4 സ്ഥലങ്ങളിൽ നമ്മുടെ സതി സ്ഥാപിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങൾ, സതിപദ്ധാനാസ്. ഒന്ന്, നമ്മുടെ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ബോഡിയിലെ ഒരു ഫങ്ഷൻ, അതിന് നമ്മൾ ശ്വാസം ഉപയോഗിക്കാം. രണ്ടാമത്തേത് നമ്മുടെ തലയ്ക്കകത്തൂടെ പോകുന്ന ചിന്തകൾ. എപ്പോഴും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിന്തകൾ മനസ്സിലാവും. നമ്മുടെ തലയ്ക്കകത്തൂടെ ഇങ്ങനെ ചിന്തകൾ വന്ന് കയറി മാറി പോകുന്നുണ്ട്. മൂന്നാമത്തെ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ട സ്ഥാനം എന്ന് പറയുന്നത് ഈ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന വൈബ്രേഷണൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ സെൻസേഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് അല്ലെങ്കിൽ സംവേദനകൾ. പാലി ഭാഷയിൽ വേദന എന്ന് പറയും. വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഈ പറയുന്ന പെയിൻ എന്നുള്ള അർത്ഥം മാത്രമല്ല, എന്ത് ശരീരത്തിൽ സംഭവിക്കുന്നതിന് പാലി ഭാഷയിൽ വേദന അല്ലെങ്കിൽ നമുക്ക് സംവേദന എന്ന് പറയും. അപ്പൊ ശരീരത്തിൽ എല്ലാ സ്ഥലത്തും സംവേദനകൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ നമ്മൾ ഒരു ആറ്റമിക് ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ബയോകെമിക്കൽ റിയാക്ഷൻസ് ആയിട്ട് പറയാം. നമുക്ക് അങ്ങനെ പല രീതിയിൽ നമുക്ക് അതിനെ അനാലിസിസ് ചെയ്യാം. പക്ഷെ എന്തായാലും ഓരോ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്ത് ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫീലിങ്സ് മാറുന്നുണ്ട്, വൈബ്രേഷൻസ് മാറുന്നുണ്ട്, സെൻസേഷൻസ് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ദുഃഖം വരുമ്പോൾ ഉള്ള ഫീലിംഗ് അല്ല ഹാപ്പി ആകുമ്പോൾ ഉള്ള ഫീലിംഗ്. അതുപോലെ ഒരു എൻജോയ് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് അല്ല നമ്മൾ മറ്റൊരു അലർച്ച കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴും ഇതുപോലെ തന്നെ നല്ലൊരു കാഴ്ച കാണുമ്പോൾ ഉള്ള ഫീലിംഗ് അല്ല ചീത്തയായിട്ടുള്ള കാഴ്ച കാണുമ്പോൾ ഫീലിംഗ്. അപ്പം നമ്മളുടെ തലയ്ക്കകത്ത് വരുന്ന ഓരോ ചേഞ്ചസ് അനുസരിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മൂന്നാമത്തെ ആ ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടത് നമ്മുടെ
ബോഡിയിൽ ഉണ്ടാവുന്ന സംവേദനങ്ങൾ. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന്റെ അതിനോടുള്ള പ്രതികരണം. അതായത് നല്ല ഒരു സംവേദനയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ സുഖകരമായ സംവേദനയാണ് വരുന്നതെങ്കിൽ അത് അതിനോട് നമ്മുടെ ശരീരം താല്പര്യം കാണിക്കും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് താല്പര്യം കാണിക്കും. എനിക്കത് വേണം, സുഖകരമാണ്, എനിക്കത് പിന്നെയും വീണ്ടും വീണ്ടും വേണം തോന്നും. അസുഖകരമായ അനിഷ്ടകരമായ ഒരു സംവേദനയാണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് അതുണ്ടാക്കിയ കാര്യങ്ങളോട്, ആ സംവേദനയോട് തന്നെ നമുക്ക് ഇഷ്ടക്കേടാണ് ഉണ്ടാവുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സമമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു മനസ്സ് ഈ സംവേദനകളോടുള്ള താല്പര്യം മൂലമാണ് ഇഷ്ടമോ അനിഷ്ടമോ കാണിച്ച് മനസ്സ് കുതിക്കുന്നത്. ഇപ്പൊ ഒരാൾ വളരെ നിശ്ചലനായിട്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു പ്രശ്നം അയാളുടെ തലയ്ക്കകത്ത് കയറിയിട്ടില്ല എന്ന് വിചാരിക്കുക. അയാൾ ശാന്തനായിരിക്കുകയാണ്. ശാന്തനായിരിക്കുന്ന സമയത്താണ് ഒരു വല്ലാത്തൊരു ദുഃഖ വാർത്ത അയാൾ കേൾക്കുന്നത്. എന്തെങ്കിലും അയാളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വാർത്ത അയാൾ കേൾക്കുന്നത്. ആ കേൾക്കുന്ന മൊമെന്റിൽ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് അതിനെ വിവേചനം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വിവേചിച്ചറിയും അതിനെ. ഓ, ഇതെനിക്ക് ദുഃഖകരമായ ഒരു പ്രശ്നമാണ്, എനിക്കിത് കുഴപ്പം പിടിച്ച ഒരു കാര്യമാണല്ലോ. അത് അങ്ങനെ വിലയിരുത്തി കഴിയുന്ന ഉടനെ തന്നെ നമ്മുടെ ശരീരത്ത് ഒരു അസുഖകരമായ ഒരു അനുഭൂതി ഉണ്ടാവുകയാണ്. ആ അസുഖകരമായ അനുഭൂതി നമുക്ക് ശരീരത്തിന് മൊത്തത്തിൽ ഒരു 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 എന്താ പറയാ, നമ്മളുടെ അനോയ് ചെയ്യുക എന്ന് പറയും, അല്ല നമ്മളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുക, നമ്മളെ അൺകംഫർട്ടബിൾ ആക്കുക. അങ്ങനെ നമ്മുടെ ആ ശരീരത്തെ ആ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടാകുന്ന നിമിഷം തന്നെ നമ്മുടെ മനസ്സ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയ എന്താണോ, ആ ചിന്തകൾ എന്താണോ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എന്താണോ, ആ അറിഞ്ഞ കാര്യങ്ങൾ എന്താണോ. ചിലപ്പോൾ ഒരാൾ മുമ്പിൽ നിൽക്കുന്ന അയാളാണ്, അയാളെ എനിക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലം എനിക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ എനിക്കൊരു കാഴ്ച ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന ഒരു സാധനം ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഞാൻ സ്മെല്ല് ചെയ്യുന്ന ഒരു സാധനം എനിക്ക് ഇഷ്ടമില്ല. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെ, ചിലപ്പോൾ സന്ദർഭങ്ങളെ, സാഹചര്യങ്ങളെ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചിതനാവാൻ നോക്കും. കാര്യം അയാൾ ചിന്തിക്കുന്നത് ഈ പറയുന്ന സ്ഥലം, സാഹചര്യങ്ങൾ, വ്യക്തികൾ, വസ്തുക്കൾ തുടങ്ങിയ സാധനങ്ങളാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്നാണ് അയാൾ കരുതുന്നത്. അതൊക്കെയാണ് എന്റെ തുടക്കമിട്ടെങ്കിലും പക്ഷെ ഇയാളുടെ ശരീരത്തെ, അനുഭൂതിയെയാണ് ഇയാൾ ശരിക്കും പറഞ്ഞാൽ വെറുക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നത്. നമ്മൾ ഒന്നിനെ ഇഷ്ടപ്പെടുന്നു എന്ന് ആക്ച്വലി നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അനുഭൂതിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. യാതൊന്നിനെ നമ്മൾ വെറുക്കുന്നു, അല്ലെങ്കിൽ അതിനോട് നമ്മൾ ഇഷ്ടക്കേട് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അനുഭൂതിയെയാണ് നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു, ഒരാളെ നമ്മൾ പ്രണയിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ആ വ്യക്തിയെ അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രണയിക്കുന്നത്. ആ വ്യക്തി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അനുഭൂതികളെയാണ് നമ്മൾ പ്രണയിക്കുന്നത്. ആ വ്യക്തിയുടെ പെരുമാറ്റം, ആ വ്യക്തിയുടെ അപ്പിയറൻസ്, ആ വ്യക്തിയുടെ മറ്റുള്ള ചേഷ്ടകള്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സംസാരങ്ങള്, ഇതൊക്കെയാണ് നമ്മളെ ഇഷ്ടപ്പെടുത്തുന്നത്. അതെന്തുകൊണ്ടാ? അത്തരം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരു അനുഭൂതി, സുഖകരമായ അനുഭൂതി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അയാളെ ഇഷ്ടപ്പെടുന്നത്. നാളെ ഒരു സമയത്ത് അയാൾ മറ്റൊരു രീതിയിലുള്ള പെരുമാറ്റമോ, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ, അല്ലെങ്കിൽ നമുക്ക് ചീത്തയായ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത അനുഭൂതികൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അയാൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ആളുടെ വ്യക്തിയോടുള്ള ഇഷ്ടം കുറയും, നമുക്ക് ഇല്ലാണ്ടായി പോകും. അങ്ങനെയാണല്ലോ പ്രണയ വിവാഹങ്ങൾ പോലും പലപ്പോഴും അവസാനം ഫെയിലിയർ ആവുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അത് ഈ പല കൂട്ടുകെട്ടുകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്. ആ വ്യക്തിയോടാണ് നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് എന്നും അത് ഉണ്ടാവേണ്ടതാണ്. നമ്മളിൽ അയാൾ ഉണ്ടാക്കുന്ന അനുഭൂതിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഏത് വസ്തു, നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്തും നമ്മുടെ ശരീരത്തുണ്ടെന്ന അനുഭൂതിയെയാണ് നമ്മൾ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ പോയിന്റ് ആണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ എന്തിനെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അനുഭൂതിയെയാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ എന്തിനെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അനുഭൂതിയാണ് നമ്മൾ വെറുക്കുന്നത്. ചില കാര്യങ്ങൾ ന്യൂട്രലാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരു പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗും തരാത്ത ഒരു കാര്യങ്ങളുണ്ടാവും. അതിനോട് നമുക്ക് പ്രത്യേകിച്ച് ദേഷ്യം തോന്നത്തില്ല.
ഇനി മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ശരീരത്ത് ഒരു സൂചി വെച്ച് കുത്തുകയാണെങ്കിൽ നമുക്ക് പെയിൻ ഉണ്ടാവും, നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, നമുക്ക് ആ സൂചിയെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാതായി. പക്ഷേ നമ്മുടെ ശരീരത്ത് ഒരു ഭാഗത്ത് ഒരു ലോക്കൽ അനസ്തേഷ്യ തരികയാണ്. അനസ്തേഷ്യ തടന്നിട്ട് അവിടെ ഒരു 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 എന്തെങ്കിലും ഒരു കുരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് വിചാരിക്കും, മുറിച്ച് കളയണം. അവിടെ പിച്ചാത്തി അല്ലെങ്കിൽ അവരുടെ സർജിക്കൽ ആയിട്ടുള്ള നൈഫൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അവരത് കളയുന്നത്. പക്ഷെ നമ്മൾ അവിടെ വേദന അറിയുന്നില്ല, അതുകൊണ്ട് നമ്മൾ അതിനോട് ഇറിറ്റേഷൻ കാണിക്കുന്നില്ല. ആ വേദന അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനെ നമ്മൾ വെറുക്കാത്തത്, അല്ലെങ്കിൽ അത് ചെയ്തോട്ടെ നമ്മൾ അനുവദിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു അനസ്തേഷ്യം തരാതെ ഒരു കുഞ്ഞു മൊട്ടുസൂചി കുത്തിയാൽ പോലും നമുക്ക് ഇഷ്ടക്കേടുണ്ടാവും. അപ്പൊ നമ്മൾ എന്തിനോടാണ് പ്രതികരിക്കുന്നത് നമുക്ക് അറിയണമെങ്കിൽ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ. നമ്മുടെ ശരീരത്തിൽ അസുഖകരമായ ഒരു അനുഭൂതി ഉണ്ടാകുന്നതിനുമാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടാതിരിക്കുന്നത്. അപ്പൊ നമ്മള് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു മനസ്സുമായിട്ടിരിക്കുന്ന ഒരാളുടെ മനസ്സ് ഇഷ്ടമോ ഇഷ്ടക്കേടോ കാണിക്കുമ്പോഴാണ് അസ്വസ്ഥതയാവുന്നത്. അതായത് അത് പിന്നെ കടന്ന് കുതിക്കാൻ തുടങ്ങും, ഒരു കാട്ടുകുതിരയെ പോലെ കുതിക്കാൻ തുടങ്ങി. അവിടെയാണ് ഈ മനസ്സ്, നമ്മൾ അറിഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് വീണ്ടും വീണ്ടും വരുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ അനുഭൂതി ഉണ്ടാവുകയും ആ അനുഭൂതികളെ ആശ്രയിച്ചിട്ട് ഇതാണ് പിന്നെ അസ്വസ്ഥത കാണിക്കുന്നത്. അപ്പൊ നമ്മൾ പിടിക്കേണ്ട കടിഞ്ഞാൺ ഏറെക്കുറെ നമുക്ക് വ്യക്തമായി തുടങ്ങുകയാണ് എവിടെയാണ് പിടിക്കേണ്ടത്. നമ്മള് ഉദാഹരണത്തിന് നമ്മൾ ദേഷ്യപ്പെടുകയാണ്, ആംഗ്രി ആവുകയാണ്, അല്ല ഡിപ്രസ്ഡ് ആവുകയാണ്. നമ്മൾ പിടിക്കേണ്ട കടിഞ്ഞാണ് പിടിക്കാതെ ബാക്കി എവിടെ പിടിച്ചു കഴിഞ്ഞാലും അത് പോകത്തില്ല. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആ സമയത്ത് ഉണ്ടാവുന്ന ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന വികാരം നമ്മുടെ ശരീരത്ത് എങ്ങനെയാണ്, ഏത് അനുഭൂതിയുടെ രൂപത്തിലാണ് അത് പ്രകടമാകുന്നത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. ഇത് പെട്ടെന്ന് കിട്ടത്തില്ല, അതിന് അഷ്ടാംഗമാർഗം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ അതിന്റെ ഉള്ള ഒരു സ്കില്ല് കിട്ടത്തുള്ളൂ. സൈക്കിൾ ഏറ്റവും പഠിക്കുന്ന പോലത്തെ ഒരു സ്കില്ലാണ്, അല്ല നീന്തൽ പഠിക്കുന്ന ഒരു സ്കില്ലാണ്. നമ്മുടെ ശരീരത്ത് അനുഭൂതി ഉണ്ടാകുന്നതിനെ നമ്മൾ ഇഷ്ടമോ ഇഷ്ടക്കേടോ കാണിച്ച് അസ്വസ്ഥതപ്പെടുന്ന ഒരു സ്വഭാവത്തിലേക്ക് വീണു പോകുന്നതിന് പകരം ആ അനുഭൂതിയെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അനുഭൂതിയെ ഒബ്സർവ് ചെയ്യുമ്പം ആ വൈബ്രേഷൻ വരുന്നു, അതൊരു പീക്കിലേക്ക് എത്തുന്നു, പിന്നീട് തന്നെ അത് മാഞ്ഞു പോകും. അപ്പൊ നമ്മുടെ മനസ്സ് ചാടുന്നില്ല. അതിനെ വസ്തുനിഷ്ഠപരമായി നമ്മുടെ ശരീരം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. അതായത് നമ്മൾ 4 സതിപത്ഥാനാസനെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറയുന്നതിനകത്ത് ഒന്നാണ് ഈ അനുഭൂതികൾ. ആ അനുഭൂതികൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സെൻസേഷനെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശീലിച്ചാൽ അത് തനിയെ വരുന്നു, അത് അതിന്റെ പീക്കിലേക്ക് എത്തുന്നു, തനിയെ മാഞ്ഞു പോകുന്നു നമുക്ക് കാണാൻ പറ്റും. ഏത് അനുഭൂതികളായാലും അതിന് അതേ സ്വഭാവമാണുള്ളത്. അത് തനിയെ വരുന്നു, അതിന്റെ പീക്കിലേക്ക് പോകുന്നു, അത് മാഞ്ഞു പോകുന്നു. നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നു, അത് തനിയെ കാരണം നമുക്കറിയാം നമ്മുടെ ശരീരം അനിത്യമാണ്, ഇംപെർമനന്റ് ആണ്, സ്ഥിരമായി നിൽക്കുന്നതല്ല. അതുകൊണ്ട് ഇത് മാറാതിരിക്കില്ല. നമ്മളായിട്ട് ഇടയ്ക്കിടയ്ക്ക് തീ കൊടുത്ത് ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരുന്നില്ലെന്നുണ്ടെങ്കിൽ അത് തനിയെ മാഞ്ഞു പോകും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയും വീണ്ടും വീണ്ടും നമ്മൾ എന്റെ ചാവി കൂട്ടി മുറുക്കി എപ്പോഴും കീ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ഇത് പിന്നെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ആ അനുഭൂതികളെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും ആ അനുഭൂതി തനിയെ വന്ന് മാഞ്ഞു പോകാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്താൽ നമ്മുടെ മനസ്സ് ആ ഇഷ്ടവും അനിഷ്ടവും കാണിച്ച് ചാടുന്ന ആ സ്വഭാവത്തിൽ നിന്ന് മാറും. സിമ്പിൾ ഫിസിക്സ് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ ലോ ആണ്, സയൻസ് ആണ്. നമുക്ക് എന്തുകൊണ്ട് അത് സാധാരണ രീതി പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ സെൻസേഷനെ ശ്രദ്ധിക്കുന്ന ഒരു ഹാബിറ്റ് നമുക്കില്ല. അതിനെ ഒബ്സർവ് ചെയ്യുക, അതായത് അതിനെ ഇഷ്ടവും അനിഷ്ടവും കൂടാതെ വേണം അതിനെ ഒബ്സർവ് ചെയ്യാൻ. അതിനോട് ഇഷ്ടവും അനിഷ്ടവും കാണിച്ചുകൊണ്ടല്ല ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പൊ പിന്നെയും പഴയ രീതി തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതല്ല വേണ്ടത്. ഇഷ്ടവും അനിഷ്ടവും കാണിക്കാതെ അത് ഭൗതികമായ ഒരു പ്രോസസ്സാണ്, ഒരു ഫിസിക്കൽ പ്രോസസ്സ് എന്റെ ശരീരത്തിൽ നടക്കുന്നതാണ് എന്ന ആ കൃത്യമായ നിരീക്ഷണത്തിൽ തന്നെ വേണം നമ്മൾ അതിനെ കാണാൻ. അതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മളാണ് മനസ്സിനകത്ത് ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്നത്. അതിന് പകരം അത് ഒരു സംഭവം കൊണ്ട് നമ്മളിപ്പോ കേട്ടു, അറിഞ്ഞു, നമ്മൾ അതിന് വിവേചനം, ഒരു വാല്യൂ കൊടുത്തു, നമ്മൾ അതിനൊരു പ്രത്യേക അർത്ഥം കൊടുത്തു. അർത്ഥം കൊടുക്കുമ്പോൾ അടുത്ത മൊമെന്റ് സംഭവിക്കുന്ന നെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒറിജിനേഷൻ ആണ്.
അതായത് ഓരോന്നും അതിന് തൊട്ട് മുമ്പുള്ള കാര്യത്തിന്റെ ഫലമായിട്ടാണ് അടുത്ത ഓരോന്നും ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളാ കൊടുത്ത വിവേചനം അല്ലെങ്കിൽ നമ്മളായിട്ട് കൊടുത്ത അർത്ഥം, മനസ്സിൽ കൊടുത്ത അർത്ഥം, ഇത് നല്ലതാണ് അല്ലെങ്കിൽ ഇത് ചീത്തയാണ് എന്ന് കൊടുത്ത അർത്ഥത്തിന്റെ ആ ഒരു വിവേചന മനസ്സിന്റെ ഫലമായിട്ടാണ് ഈ അടുത്ത മൊമെന്റിലെ ഈ ഒരു പർട്ടിക്കുലർ പ്രതിഭാസം, ഈ പ്രത്യേക പ്രതിഭാസം ഉണ്ടാവുന്നത്. എന്താണ്? ശരീരത്തുള്ള സംവേദന ഉണ്ടാവും. അതുണ്ടായി. പക്ഷെ അതിനുശേഷം ഇനി അതിന്റെ അടുത്ത ഇഷ്ടമനിഷ്ടം കാണിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ പോവണ്ട. അവിടെ വെച്ച് നമുക്ക് അതിനെ മുറിക്കാം. അവിടെയാണ് ആ ചങ്ങലയെ നമുക്ക് മുറിക്കാൻ പോകുന്നത്. കാരണം പിന്നെ അടുത്ത് നമ്മൾ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം അനിഷ്ടം കാണിക്കും. അത് പിന്നെ നമ്മുടെ ശരീരത്തിൽ അടുത്തത് അനുഭൂതി ഉണ്ടാക്കും. അത് പിന്നെ നമ്മളിൽ അസ്വസ്ഥത ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ശരീരത്തിൽ അനുഭൂതി ഉണ്ടാക്കും. അത് അസ്വസ്ഥത ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ പിന്നെ വട്ടത്തിൽ കിടന്ന് പോകുമ്പോഴാണ് നമുക്ക് തലയ്ക്ക് വട്ട് പിടിക്കുന്നത്. അതിന് പകരം ആ ഉണ്ടായ അനുഭൂതിയെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ മനസ്സ് അവിടെ നിൽക്കും. നമ്മുടെ മനസ്സ് അസ്വസ്ഥതയുടെ ആ ഘട്ടത്തിലേക്ക് പോകത്തില്ല. ഇഷ്ടവും അനിഷ്ടവും കാണിക്കുമ്പോഴാണ് ഈ സ്വസ്ഥമായ മനസ്സ് അസ്വസ്ഥതയിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ഈ ചാട്ടം. അതിനോട് ഇഷ്ടം വരുമ്പോൾ ഒരു ചാട്ടം, അനിഷ്ടം വരുമ്പോൾ മറ്റൊരു ചാട്ടം. ഇങ്ങനെ ആ ചാട്ടത്തിലേക്ക് പോകുമ്പോഴാണ് അസ്വസ്ഥതയാകുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പ്രതിഭാസം വരുന്നു, അത് തനിയെ ഫേഡായി പോകുന്നു. അപ്പം അതിനാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് ഈ വേദനകൾ, സംവേദനകളുടെ ആ പോയിന്റിലെ നമ്മുടെ നിരീക്ഷണമാണ് നമ്മളെ ദുഃഖത്തിൽ നിന്ന് അല്ലെങ്കിൽ അസ്വസ്ഥതയിൽ നിന്ന് മോചിപ്പിക്കുന്നതും നമ്മുടെ മനസ്സിന്റെ ഹാബിറ്റിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുകയും ചെയ്തത്. നമ്മൾ അതിനോടൊരു ഹാബിറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് വരുന്നു, അപ്പം തന്നെ നമ്മൾ അതിനോട് ഇഷ്ടവും അനിഷ്ടവും കാണിച്ച് നമ്മുടെ മനസ്സ് ചാടുകയാണ്. കാരണം എന്താ? ഇതുവരെ നമ്മൾ അതിനെ ഒന്നും നിരീക്ഷിച്ചിട്ടില്ല. വരുന്ന സംവേദനകളെ നമ്മൾ നിരീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു ശീലം നമുക്കില്ല. വരുന്നു, എനിക്കത് അസുഖകരമായി തോന്നുന്നു, അപ്പം തന്നെ ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്നു, പ്രതികരിക്കുന്നു. ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത്. അതൊരു ഹാബിറ്റായി പോയിരിക്കുകയാണ് ചെറുപ്പം തൊട്ടേ. അങ്ങനെ ആ മെന്റൽ ഹാബിറ്റുകൾ ഉണ്ടായി. ആ ഹാബിറ്റുകളുടെ തടവറയിൽ അല്ലെങ്കിൽ സംഘാരകൾ അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയും, പാലി ഭാഷ സംഘാര, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ, അവന്റെ സ്വഭാവം, അതിലേക്ക് നമ്മൾ അങ്ങനെ അതിന്റെ തടങ്കലിപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും വന്നു കഴിഞ്ഞു ഉടനെ ശരീരത്തിൽ സംവേദന ഉണ്ടാവുന്നു, നമ്മൾ പ്രതികരിക്കുന്നു. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ വരുന്നു, പ്രതികരിക്കുന്നു, കാണുന്നു, പ്രതികരിക്കുന്നു, കേൾക്കുന്നു, പ്രതികരിക്കുന്നു. ഇന്ന് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ഇടയ്ക്കുള്ള ഈ ഒരു ഘട്ടമുണ്ട്, സംവേദനകളോടാണ് ഞാൻ പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ സാധാരണഗതിയിൽ തിരിച്ചറിയാറില്ല. അഡിക്ഷൻ ഉണ്ടാവുന്നതിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതാണ് എനിക്ക് കിട്ടുന്ന ആ സുഖത്തിനെയാണ് ഞാൻ പിന്നെയും വീണ്ടും ശരീരത്തുണ്ടായ അനുഭൂതിയെയാണ് ഞാൻ വീണ്ടും ഉണ്ടാക്കി സൃഷ്ടിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ കൂടുതൽ എന്നെ അഡിക്റ്റ് ആക്കുന്ന കാര്യങ്ങളിൽ ഞാൻ പിന്നെ എടുക്കുന്നത്. അപ്പോഴും നമുക്ക് പിന്നെ കിട്ടുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ന്യൂറോൺസിനകത്ത് അതിന്റെ റിസപ്റ്റേഴ്സ് കുറയുന്നു. പിന്നെ കൂടുതൽ ഡോപ്പമിൻ ഉണ്ടാക്കിയാൽ മാത്രമേ ആദ്യത്തെ ആ ഒരു സുഖത്തിനെ മാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ആദ്യത്തെ അനുഭൂതിയെ മാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ പിന്നെ കൂടി ബ്രെയിനിന്റെ അകത്തുള്ള കെമിക്കൽ കോമ്പസിഷൻ മാറി അവസാനം നമുക്ക് നമ്മളുടെ ശരിയായ രീതിയിലുള്ള ചിന്തയും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നമ്മളൊരു രോഗിയായി മാറും, മാനസിക രോഗിയായി മാറും. അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടത് നമ്മളുടെ സംവേദനകളെ എപ്പോഴും നിരീക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ എപ്പോഴും അറിയാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ ഈ ചിന്ത എന്നുള്ള സംഭവത്തിന് പകരം നമ്മുടെ സംവേദനകളിലേക്ക് നമ്മളുടെ മനസ്സിന്റെ ഒരു ഇരിപ്പിടം അതിലേക്ക് നമ്മൾ മാറ്റണം. അതായത് എന്ത് സംഭവിക്കണം, നമ്മളുടെ പ്രധാനപ്പെട്ട മനസ്സിന്റെ ഇരിപ്പിടം അല്ലെങ്കിൽ മനസ്സെപ്പോഴും അതിനെ സ്ഥാപിക്കേണ്ട ഒരു ഇടം എന്ന് പറയുന്നത് നമ്മുടെ സംവേദനകളുടെ ലോകത്താണ്. നമ്മൾ സാധാരണ ചിന്തകളുടെ ലോകത്താണ് നമ്മുടെ മനസ്സിനെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത്. അതിന് പകരം സംവേദനകളുടെ ലോകത്താണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഏത് സംവേദന വന്നു കഴിഞ്ഞാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സ്കില്ല് കിട്ടും. വരുന്നു, അത് പോകുന്നു, അത് മാഞ്ഞു പോകുന്നു. മനസ്സ് എപ്പോഴും കൂളായിരിക്കും. കുറച്ചാൾ കഴിയുമ്പം മനസ്സിനകത്തുനിന്ന് ഈ പറയുന്ന പ്രതികരണങ്ങളുടെ ആ സ്വഭാവങ്ങൾ മാറി മനസ്സ് എപ്പോഴും ക്ലീനായി വരും. എന്ത് സംഭവിക്കുമ്പോഴും എന്റെ സംവേദന എനിക്ക് സംഭവിക്കുന്നുണ്ട്. ഞാൻ കാര്യങ്ങളെ പിന്നെ ഞാൻ എന്റെ മനസ്സിനകത്ത് അസ്വസ്ഥത ഉണ്ടാക്കാതെ തന്നെ ഞാൻ അതിനെ സോൾവ് ചെയ്യും. എന്തായാലും നമുക്ക് സോൾവ് ചെയ്തേ പറ്റുള്ളൂ. അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനെ നമ്മൾ മാറ്റിയിട്ട് സോൾവ് ചെയ്യുമ്പോൾ താമസം വരും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകും. അതിനു പകരം അസ്വസ്ഥത ഇല്ലാതെ, യെസ്, ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, എന്റെ ശരീരത്തിൽ ഇന്ന സംവേദന ഉണ്ടായിട്ടുണ്ട്, അത് എത്ര നേരം ഉണ്ടെന്ന് ഞാൻ ഒന്ന് കാണട്ടെ, 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് അല്ലെ 20 മിനിറ്റ് ഞാനത് അതിലേക്ക് നോക്കി, അത് തനിയെ മാഞ്ഞു പോയി, ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് പോകും.
അപ്പൊ പ്രശ്നം പിന്നെ അപ്പൊ അടുത്തൊരു ചോദ്യം വരാം, സാറേ ആ പ്രശ്നം ഇതുവരെ സോൾവ് ആയിട്ടില്ലല്ലോ, അപ്പൊ ഞാൻ എന്റെ ശരീരത്തിൽ സംവേദന ഉണ്ടായ പിന്നെ അത് വരത്തില്ലേ, അടുത്ത പ്രാവശ്യം ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് വരത്തില്ലേ എന്ന് ചോദിക്കും. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ തവണയും നമ്മൾ ഈ മനസ്സിനെ, നമ്മുടെ സംവേദനകളെ നമ്മൾ നിരീക്ഷിക്കുകയും അതിനെ തനിയെ മാഞ്ഞു പോകാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ആ പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു കാരണം അത് നമ്മളിൽ ഉണ്ടാക്കി വെക്കുന്ന ഈ ഒരു പ്രതികരണത്തെ നമ്മൾ പതുക്കെ പതുക്കെ മറികടക്കും. നമ്മൾ അതിനോട് താതാത്മ്യപ്പെടും, അല്ലെങ്കിൽ അതിനോട് നമ്മൾ ഇമ്മ്യൂൺ ആവും. അത് കേട്ടാൽ പറഞ്ഞാലും നമ്മളെ അധികം ബാധിക്കില്ല. കാരണം അതിനെ തരണം ചെയ്യാനുള്ള മനസ്സിന്റെ കട്ടി, മനസ്സിന്റെ കേപ്പബിലിറ്റി, ശക്തി നമ്മൾ ആർജിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ നല്ല നല്ല കരിങ്കല് പോലെ, നല്ല പാറ പോലെ നമുക്ക് കുറച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു മനോബലം ഉണ്ടാകുന്നത്. പ്രശ്നം വന്നു കഴിഞ്ഞാലും അതാണ് ഈ ചെറുപ്പം തൊട്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയി ചെറുപ്പം തൊട്ട് ഒത്തിരി അനുഭവങ്ങളുള്ള ആൾക്കാർ ചില സമയത്ത് അവർ നല്ല ജീവിതത്തിൽ നല്ല നല്ല മനോബലമുള്ളവർ, നല്ല ധൈര്യമുള്ളവരായി മാറുന്നത്, മനസ്സിന് നല്ല ധൈര്യമുള്ളവരായി മാറുന്നത്, മനക്കട്ടി എന്നൊക്കെ നമ്മൾ പറയും. കാര്യം അവരറിയാതെ തന്നെ ഈ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്ന പോലെ അല്ല, അവർ കേട്ട് കഴിഞ്ഞാൽ അതിന് വലിയ അവരെ അധികം ബാധിക്കത്തില്ല. അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ ആദ്യമായിട്ടൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്ന സ്റ്റുഡൻസ് ആദ്യം ഈ രക്തവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് പേടിക്കും. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഹോസ്പിറ്റലിലെ ആ ഒരു ജോലിക്കൊക്കെ പോകുന്നവർ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് ഈ ചോരയും മറ്റേ പരിക്കുകളും കാര്യങ്ങളും എല്ലാം കാണുമ്പോഴത്തേക്ക് പേടിക്കും. പക്ഷെ അത് കണ്ട് 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 അവർക്ക് തഴക്കമായി കഴിയുമ്പോൾ അവരുടെ മനസ്സ് അതിനോട് തന്നെ ഇമ്മ്യൂൺ ആവും. അത് കണ്ടു കഴിഞ്ഞാൽ അവരെ പണ്ടത്തെ പോലെ തളർത്തത്തില്ല. മറ്റേതെങ്ങനെ കാണുമ്പോൾ തന്നെ അവരുടെ സർവ്വ കൺട്രോളും പോയി അവർ പേടിച്ച് വിറച്ച് ചിലപ്പം ബോധം കെട്ട് താഴെ വീഴും. കത്രിയൊക്കെ എടുത്ത് കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൈയും കാലും എല്ലാം കിടന്ന് വിറയ്ക്കും. പക്ഷെ അങ്ങനെയല്ല, കുറച്ചു കാലം തഴക്കം പഴക്കം വന്നു കഴിയുമ്പോൾ അവരതിനെ സമചിത്തതയോടുകൂടി നേരിടാനായിട്ട് അവർക്ക് സാധിക്കും. അത് പക്ഷെ ഇതേ പ്രക്രിയ തന്നെയാണ്, അവരറിയാതെ ബോധപൂർവം അല്ലാതെ അവരുടെ മനസ്സ് അതങ്ങ് അങ്ങ് അങ്ങ് എന്താ പറയുക ട്രെയിൻഡ് ആയി പോകുന്നതാണ്. പക്ഷെ നമ്മൾ ഇവിടെ നമ്മുടെ മനസ്സിനെ നമുക്ക് ബോധപൂർവം തന്നെ ഇതാണ് അതിന്റെ യഥാർത്ഥ സയൻസ് എന്ന് മനസ്സിലാക്കി, അതിന്റെ പ്രക്രിയ എന്ന് മനസ്സിലാക്കി നമ്മൾ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യുക. അല്ലാതെ ഒരു സിറ്റുവേഷൻ വന്ന് അതിനകത്ത് ചെന്ന് വീണ് പെട്ട് നമ്മൾ സ്വയം ആവാനായിട്ട് നമ്മൾ നോക്കി അതുവരെ നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. ചിലപ്പം നല്ല കൺട്രോൾ ഇല്ലാത്തവരാണ് ചിലപ്പോൾ അതിനകത്ത് പെട്ട് എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ആൾക്കാർ ആത്മഹത്യയിലൊക്കെ പോകുന്നത്. ആ സമയം കൃത്യമായിട്ട് നമ്മളുടെ മനസ്സിന്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. നമ്മൾ അനുഭൂതിയാണ് നമ്മൾ ഇഷ്ടം അനിഷ്ടവും കാണിക്കുന്നത്, അനുഭൂതിയോടാണ് കാണിക്കുന്നത്, അനുഭൂതിയെയാണ് നമ്മൾ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത് എന്ന വാചകം അത് നിങ്ങൾ ഓർത്തിരിക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതിയെങ്കിലും വെക്കണം. ഞാൻ എന്തിനെങ്കിലും ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്ത് എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് എൻ്റെ ശരീരത്തുണ്ടാവുന്ന അനുഭൂതികളോടാണ് ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്നത് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ എഴുതി വെക്കണം. അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉറപ്പിക്കണം. അപ്പൊ അവിടെ ബുദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ അനുഭൂതികളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മോചിതനാവുകയാണ്, മനസ്സ് അസ്വസ്ഥതമാവുന്നില്ല. അവിടെയാണ് കടിഞ്ഞാൺ. അതാണ് ദുഃഖ നിരോധഗാമിനി പടിപദ എന്ന് പറയുന്നത്. അതായത് ദുഃഖത്തെ, അസ്വസ്ഥതയെ ഞാൻ നിരോധിക്കുന്ന പോയിന്റ് അവിടെയാണ്. അതേസമയം അതേ അനുഭൂതിയെ അതിനോട് എനിക്ക് ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ഒബ്സർവേഷൻ നടത്തുന്നതെങ്കിൽ, ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിനോട് എനിക്ക് ഈ അസ്വസ്ഥത വരുന്നു, എൻ്റെ ശരീരത്തിൽ ഈ അനുഭൂതി വരുന്നു, അയ്യോ അയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും എൻ്റെ മനസ്സിന്റെ സെയിം ശീലം, ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്ന ശീലത്തിലേക്ക് പോകുന്നത്. അത് പോകുമ്പോൾ നമ്മൾ ദുഃഖ സമുദയഗാമിനി പടിപതയാണ്. അതായത് ദുഃഖത്തെ പിന്നെയും പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ്, ആ പറയുന്ന അസ്വസ്ഥതയുടെ ഹാബിറ്റിനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സെൻസേഷനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും അതിനെ ഈക്വാനിമിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷ എന്ന് പറയും, ഇഷ്ടമോ അനിഷ്ടമോ കാണിക്കാതെ അതൊരു എന്താ പറയുക ബയോളജിക്കൽ പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രതിഭാസമാണ് എന്ന് മാത്രം മനസ്സിലാക്കി നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് എൻ്റെ മനസ്സ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ ശരീരം വർക്ക് ചെയ്യുന്നത്, ഇതൊരിക്കലും എൻ്റെ ശരീരത്തിൽ സ്ഥിരമായി നിൽക്കാൻ പോകുന്നില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അനിത്യത, നമ്മളിവിടെയൊക്കെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ ആ നിയമമാണ്, അനിത്യത.
ഇത് അനിത്യമല്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. നമ്മുടെ ശരീരത്തിൽ ഒരു അസ്വസ്ഥത വരുന്നു, ആ വൈബ്രേഷൻ മരിക്കുന്നിടം വരെ നമ്മുടെ ശരീരത്തിൽ നിൽക്കുവാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുന്നു, അതിന്റെ അസ്വസ്ഥതയും കൂടെ പിന്നെയും വരുന്നു, അതും ആഡപ്പ് ചെയ്യുന്നു. ശരീരത്തിൽ മൊത്തം അസ്വസ്ഥതയുടെ ഒരു അവസ്ഥ വരികയായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഭാഗ്യവശാൽ പ്രപഞ്ചം അങ്ങനല്ല വർക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമത്തെ നമുക്ക് അനുകൂലമായ ഒരു സമ്മതിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ ശരീരം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഏതൊക്കെ അനുഭൂതി ഉണ്ടായാലും നമ്മുടെ ശരീരത്ത് സ്ഥിരമായി നിൽക്കുന്നില്ല. സുഖമായാലും അങ്ങനെ തന്നെ. അപ്പൊ ഈ സുഖത്തിന്റെ അനുഭൂതിയുടെ പുറകെ നമ്മൾ കിടന്ന് ഈ ഓടുന്ന നെട്ടോട്ടം, അതിനുവേണ്ടി അഡിക്ഷന് വേണ്ടി പുറകെ പോകുന്ന നെട്ടോട്ടം നമ്മൾ അവിടെ കുറയ്ക്കും, നമ്മൾ വേണ്ടാന്ന് വെക്കും. അപ്പൊ എന്താ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് തൃപ്തി തരുന്ന കാര്യങ്ങളിലേക്ക്, സംതൃപ്തി തരുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റാനുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ ക്രമീകരിക്കണം. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് തൃപ്തി തരുന്ന കാര്യങ്ങൾ? എനിക്ക് ചില സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം. ഇനിയിപ്പോ ഞാൻ സംഗീതത്തിൽ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഞാൻ സംഗീതത്തിന് വേണ്ടിയിട്ട് കുറെ സ്കില്ലുകൾ, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ പഠനങ്ങൾ, അതിന്റെ ഉപകരണങ്ങൾ, വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഈ സമൂഹത്തിൽ എനിക്ക് ജീവിക്കാനുള്ള എന്താ പറയാ സർവൈവ് ചെയ്യാനുള്ള സ്കില്ലുകൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ചില അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കുക. എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ആ ഒരു തലത്തിൽ എനിക്ക് എത്തണം, എന്റെ കഴിവുകളെ ഡെവലപ്പ് ചെയ്യണം. ഞാൻ ധനം ഉണ്ടാക്കുകയാണെങ്കിലും മറ്റുള്ളവരെ കൂടെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ധനം ഉണ്ടാക്കാൻ പറ്റണം. എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി കുന്നുകൂടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ആസക്തി വരികയാണ്. ഞാൻ പൈസ ഉണ്ടാക്കണം, എന്റെ സ്കില്ലുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കണം. ഞാൻ ചിലപ്പോൾ ഒരു വലിയ വ്യവസായിയായി മാറണമെന്നുണ്ടെങ്കിൽ ആവണം. പക്ഷെ അതോടൊപ്പം തന്നെ അത് സമൂഹത്തിന് എനിക്ക് കൊടുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി അവർക്ക് കൊടുക്കാനും അവരെ സഹായിക്കാനും 10 പേർക്ക് ജോലി കൊടുക്കാനും എന്നെ കൊണ്ട് പറ്റണം എന്ന് പറയുമ്പം തൃപ്തികരമായ രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടാണ് വരുന്നത്. അതേസമയം നമ്മൾ പ്രോഗ്രസ് ആവുകയും ചെയ്യും, നമ്മൾ ഡെവലപ്പ് ആവുകയും ചെയ്യും, നമ്മൾ മറ്റു മനുഷ്യരെ സഹായിക്കുകയും ചെയ്യും, നമുക്ക് തൃപ്തികൾ തരും. അതാണ് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ പറയുന്നത്. ചിലർ ചോദിക്കും, സാറേ ഇതൊന്നും വേണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് പറയും. അങ്ങനെയല്ല. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, തൃപ്തി തരുന്ന കാര്യങ്ങളെ അതിലേക്ക് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുകയും കൂടുതൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിന് കൂടുതൽ ഒരു പൂർണ്ണത ഉണ്ടാകുന്നത്, ലൈഫ് സഫലമാകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ഈ മനസ്സിനെ നമ്മൾ ക്രമീകരിക്കണം. മനസ്സിനെ എപ്പോഴും മനസ്സിന്റെ അകത്ത് ശരീരത്തുണ്ടാകുന്ന സംവേദനകളെ ഏത് നിമിഷവും നമ്മുടെ ശരീരത്തിനകത്ത് നമുക്ക് എപ്പോഴും കിട്ടാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ കിടക്കുമ്പോഴാണേലും ഉറങ്ങുമ്പോഴാണേലും ഒക്കെ നമ്മൾ ആ ശരീരത്തുണ്ടാകുന്ന സംവേദനകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്തൊക്കെ വന്നാലും അതിനെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, അതെത്താൻ പോകും. ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു സെപ്പറേഷൻ നമുക്ക് കിട്ടും, ഒരു ഡിറ്റാച്ച്മെന്റ് നമുക്ക് കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട്. ഈ സംവേദനകളുടെ പുറകെ പായുന്ന പരിപാടി തനിയെ അങ്ങ് മാറും. അത് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ അതിനോട് എന്താ പറയുക ഇഷ്ടവും കാണിക്കാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് പാകപ്പെടും. അങ്ങനെയാണ് മനസ്സിനെ നമ്മൾ ബലമുള്ളതാക്കി എടുക്കുന്നത്, ഹെൽത്തി ആക്കി എടുക്കുന്നത്. മറ്റേതെങ്ങനെയാ? എപ്പോഴും ഇങ്ങനെ കിടന്ന് ചാടിയും മറിഞ്ഞും ആടിയും ഒലഞ്ഞും ഓടിയും ചാടിയും തളരുന്ന മനസ്സാണ്. ഇത് ഹെൽത്തിയാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ മനസ്സിന്റെ അകത്ത് നമ്മൾ കാലക്രമത്തിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് മാസങ്ങൾ കൊണ്ട് നമ്മൾ അറിയാതെ തന്നെ മനസ്സ് ഹെൽത്തി ആയി പോകും. ഏതൊക്കെ വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മുടെ മുമ്പിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ഇരിക്കുക, നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന സംവേദനകളെ നമ്മൾ എന്തൊരു വലിയൊരു പെട്ടെന്ന് നമ്മളെന്താ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം നമ്മൾ അറിയുകയോ കേൾക്കുകയോ ചെയ്ത് നമുക്ക് വിഷമം ഉണ്ടായി, അപ്പോഴും നമ്മൾ നമ്മുടെ സംവേദനകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിൽ നിന്ന് പിന്നീട് അതിന്റെ ഓരോ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതിനെ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രശ്നത്തിന് നമ്മളെ ഓവർ പവർ ചെയ്യാൻ, നമ്മളെ കീഴടക്കാനുള്ള അതിന്റെ കഴിവ് കുറഞ്ഞ് നമ്മൾ അതിനെ ഓവർകം ചെയ്തു തുടങ്ങും. അപ്പൊ ഇതിന്റെ മനസ്സിന്റെ ഈ കടിഞ്ഞാൺ എന്ന് പറയുന്നത് സംവേദനകളോടുള്ള അതിനോടുള്ള നമ്മുടെ എന്താ പറയാ നമ്മൾ എങ്ങനെയാണ് അതിനോട് ഡീൽ ചെയ്യുന്നതെന്നുള്ള ആശ്രയിച്ചിരിക്കും. നമ്മൾ ഇഷ്ടം പിന്നെയും കാണിക്കുകയാണെങ്കിൽ ആ കുതിരയ്ക്ക് ശക്തി കൂടും, കാട്ടുകുതിര പിന്നെയും ശക്തനാവും. നമ്മൾ ആ സംവേദനയെ നമ്മൾ വീണ്ടും ഒബ്സർവ് ചെയ്യുക, അത് തനിയെ മാഞ്ഞു പോകാന്ന് വെച്ചാൽ കടിഞ്ഞാൺ പതുക്കെ നമ്മുടെ കയ്യിൽ വരും. ഇവിടെയാണ് മനസ്സിന്റെ കടിഞ്ഞാൺ കിടക്കുന്നത്. അപ്പൊ ആ ഒരു ജംഗ്ഷൻ, അതായത് സംവേദനകൾ എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷൻ, ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ്. അവിടുന്ന് 2 വഴികളുണ്ട്. കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾക്ക് പോകണമെങ്കിൽ അതിനോട് ഇഷ്ടം കാണിക്കാം,
അതല്ല, അത് മാഞ്ഞു പോകുന്നത്, അതൊരു പ്രതിഭാസമാണ്, അനിത്യമാണ്. അനിച്ചാവത സംഖാര ഉത്പാദവേദമ്മിനോ. അതായത് ഈ പറയുന്ന ശരീരത്തുണ്ടാവുന്ന ഈ സെൻസേഷൻസ് എല്ലാം, അതെല്ലാം അനിത്യമാണ്. അത് ഉണ്ടാവുകയും പാസ് ഓൺ ചെയ്യുകയും ചെയ്യും, ഉത്പാദിപ്പിക്കപ്പെടുകയും വ്യയം ചെയ്യുകയും ചെയ്യും. ഉത്പാദ വ്യയ ധമ്മിനോ, അത് വരികയും മാഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ശരീരത്തിൽ ഒരു സെൻസേഷനും സ്ഥിരമായി നിൽക്കില്ല. നമ്മളായിട്ട് അതിനെ എപ്പോഴും ഈ വെള്ളത്തിന് നമ്മൾ ചൂട് കൊടുക്കുന്ന പോലെ എപ്പോഴും ചൂട് കൊടുപ്പിച്ച് ഇങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ തനിയെ മാഞ്ഞു പോകും. അപ്പൊ അതിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അത് മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിനകത്ത് കൊടുക്കുകയും ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ കാലക്രമത്തിൽ മനസ്സ് നമ്മുടെ കൺട്രോളിൽ വരും. അങ്ങനെയാണ് മനസ്സിനെ കൺട്രോളിലാക്കുക, മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്ന സംഭവം വരുന്നത്. ഹിന്ദിയിൽ പറയും മൻകോ വശ് കർണാന്ന്, മനസ്സിനെ വശത്താക്കുക എന്ന് പറയും. അത് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളായിരിക്കും, മനസ്സ് നമ്മളെ വലിച്ചുകൊണ്ട് പോകും. ഇത് മനസ്സ് എവിടെ വന്ന് എത്ര കിടന്ന് വന്നു കഴിഞ്ഞാൽ ആ ജംഗ്ഷനിൽ വരുമ്പം നമ്മളൊരു പിടിക്കും, ആ കടിഞ്ഞാണെ പിടിക്കും. എവിടെയാ പിടിക്കുന്നത്? സെൻസേഷൻ വരുന്നു. ഇനി അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അതിനെ വളരാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇഷ്ടം കാണിക്കുന്ന ഘട്ടത്തിലേക്ക് അതിനെ പോകാൻ ഞാൻ അനുവദിക്കും. ഞാൻ അവിടെ ഇട്ട് പിടിക്കും. അവിടെ ഇട്ട് പിടിക്കുമ്പോൾ എന്താ, സെൻസേഷൻ വരുന്നു, തനിയെ പോകുന്നു, മാഞ്ഞു പോകുന്നു. പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് അത് പോവില്ല. ആ കുതിക്കലിന്റെ ഘട്ടത്തിലേക്ക് അത് പോകത്തില്ല. ഇഷ്ടം വരുമ്പോഴാണ് കുതിക്കുന്നത്, അങ്ങോട്ടേക്ക് പോകത്തില്ല. അത് അവിടെ നിൽക്കും. എത്ര വലിയ പ്രശ്നങ്ങളായാലും നമുക്ക് അതിനെ ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അവിടെ കിട്ടും. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ അതിനെ വിടാൻ അനുവദിച്ചാൽ, ഇഷ്ടം കാണിക്കുന്ന ഘട്ടത്തിലേക്ക് അതിനെ വളരാൻ അനുവദിച്ചാൽ മാത്രമേ അതിനെ പിന്നെ ശക്തി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ പോയിന്റ് അവിടെ പിടുത്തം കിട്ടും, അവിടെ നിൽക്കും. അത് പിടിച്ച പിടിയിൽ അവിടെ നിൽക്കും. എനിക്കിത് അറിയാൻ മേലാത്ത ഒരു സമയത്ത് ഞാൻ ഇവിടുത്തെ ഒരു ഭിക്ഷുണ്ട്, സീനിയർ ആയിട്ടൊരു ഭിക്ഷുണ്ട്. അതോടെ ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ, ബന്ദേജി എനിക്ക് ഭയങ്കരമായിട്ട് ചില സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വരാറുണ്ട്, ഇറിറ്റേഷൻ വരാറുണ്ട്. പുള്ളി അപ്പൊ എടുത്ത വായിക്ക് പറഞ്ഞതാ, ദേഷ്യം വരുന്ന നെക്സ്റ്റ് മൊമെന്റിൽ ആ ദേഷ്യത്തിന്റെ ശരീരത്തുണ്ടാകുന്ന സെൻസേഷനെ വാച്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെങ്ങനെയാ? അത് പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പറ്റും. പിന്നെയാണ് എനിക്ക് അതിന്റെ കുട്ടൻസ് മനസ്സിലാവും, ഇങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ അതിനോട് ഇഷ്ടം കാണിക്കാതെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദേഷ്യം അവിടെ നിൽക്കും. ഒരു കുറച്ച് സമയത്തേക്ക് വൈബ്രേഷൻ ഉണ്ടാവും. വൈബ്രേഷൻ ഒന്ന് പുറത്ത് കിടക്കുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, കൂളാവും നമ്മൾ. പിന്നെ അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാവൂ, ഇവിടെ പിടിച്ചാൽ എന്റെ മനസ്സ് അസ്വസ്ഥമാകാതെ നിൽക്കും. അല്ലെങ്കിൽ എന്താ, ഞാനും കൂടി ഇതിനകത്ത് കിടന്നിട്ട് പെട്ടുപോവുകയാണ്. ഈ ഒരു പ്രശ്നമാണ് മനുഷ്യരാശി മുഴുവൻ, ഈ ലോകത്തുള്ള മനുഷ്യൻ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ക്ലൂ ഇതാണ്. ഇതറിയാൻ മേലാത്തതുകൊണ്ടാണ് ഈ ആൾക്കാർ മുഴുവൻ കിടന്ന് ഈ പറയുന്ന ഓരോരോ അന്ധകാരത്തിൽ പെട്ട് കിടന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത്. ഇത് മറ്റാരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഇതിന്റെ മനസ്സിന്റെ വർക്കിംഗ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ അല്ല ഇത്. ആരും പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട് ആൾക്കാർക്ക് കിട്ടുന്നില്ല ഇത്. ഈ മനുഷ്യൻ ഈ നടത്തുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തുന്നത് പോലും ഇതിനു വേണ്ടിയിട്ടാണ്. ചുറ്റും കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രശ്നത്തെ ആസ്പദമാക്കിയാണ് നടക്കുന്നത്. ദേഷ്യം കാണിക്കുന്നത്, വെറുപ്പ് കാണിക്കുന്നത്, ഇഷ്ടം കാണിക്കുന്നത്, അനിഷ്ടം കാണിക്കുന്നത്, എല്ലാം ശരീരത്തുണ്ടാകുന്ന സെൻസേഷൻസ്. അപ്പോ നമ്മുടെ മനസ്സിന്റെ കടിഞ്ഞാണെന്ന് പറയുന്നത് ഈ പറയുന്ന സെൻസേഷൻസിന്റെ അവിടെയാണ്. മനസ്സിന്റെ കുതിരയെ ചാടാൻ അനുവദിക്കാതെ അതിനെ അടക്കാനുള്ള അതിന്റെ കടിഞ്ഞാണെന്ന് പറയുന്നത് നമ്മുടെ സെൻസേഷനെ നമ്മൾ മാറിപ്പോകുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഒരു സെൻസേഷൻ ശരീരത്തിൽ നിലനിൽക്കില്ല എന്നുള്ളത് ഉറപ്പിക്കുക മനസ്സിൽ. അങ്ങനെയാണ് പ്രകൃതി വർക്ക് ചെയ്യുന്നത്, പ്രപഞ്ചം വർക്ക് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി എന്റെ ശരീരവും ഞാനും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് എന്റെ ശരീരത്തിൽ ഒരു സെൻസേഷൻ നിലനിൽക്കത്തില്ല. ഞാൻ അതിനെ ഒബ്സർവ് ചെയ്താൽ മതി. അനിഷ്ടം കാണിച്ച് പിന്നെയും ആ ഹാബിറ്റിനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ, അതിനെ പിന്നെ ഞാൻ ശക്തമാക്കാതെ അതിനെ ഒബ്സർവ് ചെയ്താൽ തനിയെ അത് മാഞ്ഞു വെക്കോളും. അവിടെ നമ്മുടെ കടിഞ്ഞാൻ കെട്ടിക്കഴിഞ്ഞു, നമ്മളെ പിടിക്കുന്നു. ഇത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനും കൃത്യമായ പദ്ധതി അദ്ദേഹം നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മെഡിറ്റേഷനിലേക്ക്, നമ്മൾ ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇതാണ് ഇനി ശ്രദ്ധിക്കാൻ പോകണം. നമ്മൾ അറിയാതെ നമ്മൾ
ഈ പറയുന്ന മനസ്സിന്റെ, ബ്രെയിനിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ ഒതുക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിന്റെ സെൻസേഷൻസിന് നമുക്ക് കിട്ടിത്തുടങ്ങും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ആ ഒരു സ്കില്ല് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിജയിച്ചു. പിന്നെ മുമ്പോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് കബീർ ദാസ് പണ്ട് പറഞ്ഞത്, കബീറ കഹേ യെ ജഗ് അന്ധ. അതായത് ഈ ജഗത്ത്, ഈ ലോകം മൊത്തം അന്ധമായിട്ടാണ് കിടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അവന്റെ ശരീരത്തിൽ നടക്കുന്നത് അവനെ അറിയത്തില്ല, എന്താണ് അവന്റെ മനസ്സിന്റെ പ്രവർത്തനം എന്ന് അവനെ അറിയത്തില്ല. അതുകൊണ്ട് അന്ധമായിട്ട് കിടന്ന് ഓരോന്നിന്റെയും പുറകെ പോവുകയാണ്. പക്ഷെ ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒന്നിന്റെയും പുറകെ പോകേണ്ട കാര്യം ഇനിയില്ല. ഇതാരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. നമുക്കറിയാം കുംഭമേളയിൽ ആൾക്കാർ പോയിരിക്കുന്നത് എന്ത് കിട്ടാനാണ്? കെട്ടും കെട്ടി പോവാണ് വീട്ടിൽ നിന്ന്. ഇതാണ് സംഭവം. ഈ ശരീരത്തിനുണ്ട് ഒരു സുഖാനുഭൂതി കിട്ടണം എങ്ങനെയെങ്കിലും. എന്നാ അത് പൂർണ്ണമായിട്ട് അതും അവിടെ നിന്ന് തിരിച്ച് ട്രെയിൻ കയറുമ്പോൾ ആ സുഖാനുഭൂതി പോയി. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും പഴയപടിയായി. കാരണം ഒരു അനുഭൂതിയും ശരീരത്തിൽ നിലനിൽക്കുന്നില്ല. അപ്പോ നമ്മുടെ മനസ്സിന്റെ കടിഞ്ഞാൺ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻസേഷൻസിന്റെ അല്ലെങ്കിൽ ശരീരത്തുണ്ട് അത് അനുഭൂതിയുടെ തലത്തിലാണ് നമ്മുടെ കടിഞ്ഞാൺ നിൽക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇഷ്ടം കാണിക്കാതെ ആ അനുഭൂതിയെ ഫേഡായി പോവാൻ അനുവദിച്ചാൽ കടിഞ്ഞാൺ നമ്മുടെ കയ്യിലായി. അതല്ല ഇഷ്ടം കാണിക്കുകയാണെങ്കിൽ നിയന്ത്രണം കുതിരയുടെ കയ്യിലായി, മനസ്സിന്റെ കയ്യിലായി. മനസ്സ് നമ്മളെ വലിച്ചുകൊണ്ട് പോകും. നമ്മൾ അതിനോട് ഇഷ്ടം കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ നിയന്ത്രണം നമ്മുടെ കയ്യിലായി. അപ്പം ഏറെക്കുറെ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ജസ്റ്റ് പോയിന്റിൽ മാത്രമായിട്ട് ഒതുക്കുകയാണ് ഇന്നത്തെ ടോക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അതിനുശേഷം നമുക്ക് പ്രാക്ടിക്കലിലേക്ക് പോവാം, പ്രാക്ടിക്കൽ മെഡിറ്റേഷൻ സെഷനിലേക്ക് പോവാം. എന്തെങ്കിലും ആർക്കെന്തെങ്കിലും സംശയമോ ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടോ? ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഒരു വിപശ്യന ചെയ്തപ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യം, അതേ ലൈനിലാണ് കാര്യങ്ങൾ പറയുന്നത്, സസ്റ്റബിൾ ആണ് പറയുന്ന കാര്യങ്ങൾ. അതേസമയം ഞാൻ എപ്പോഴും ഓർക്കാവുന്ന ഒരു വാക്ക് വേദന എന്നുള്ള വാക്ക്. വേദന ഇൻട്രസ്റ്റിംഗ്ലി പാലിയിലുള്ള വാക്കാണ് വേദന, അല്ലെ? അപ്പോൾ എനിക്ക് വാക്കാണ്. കാരണം ഈ വേദന എന്ന് പറഞ്ഞാൽ ശരിക്കും സെൻസേഷൻ എന്നുള്ള അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? വേദനയ്ക്ക് വേദന എന്നുള്ള വാക്ക്. അപ്പൊ അതിനർത്ഥം കേരളത്തിൽ ഈ വാക്ക് ഉപയോഗപ്രദമായിരുന്നു എന്നർത്ഥം. എപ്പോഴോ കുറെ നൂറ്റാണ്ടുകൾക്ക് മുന്നൊക്കെ ഈ വാക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ, വേദന. അപ്പൊ പക്ഷെ നമ്മൾ അതിനെ അകറ്റണം. വിദ്യ എന്ന് പറയുന്ന വാക്ക് പോലും, വേദം വിദ്യ എന്ന് പറയുന്ന വാക്ക് പോലും വരുന്നത് അതിൽ നിന്നാണ്. കാലത്തെ വിദ്യ എന്താണ്? മനസ്സിനെ ഇതാക്കി എടുക്കുക എന്നുള്ള, അസ്വസ്ഥതകളിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് അന്നത്തെ ഏറ്റവും വലിയ ഒരു പാഠ്യപദ്ധതി. ഇപ്പം ഇൻഡസ് വാലിയില് അല്ലെങ്കിൽ നമ്മുടെ പഴയ സംസ്കാരത്തിൽ നിലനിന്ന ദർശനങ്ങളെല്ലാം അവർ ഫോക്കസ് ചെയ്തതിനാണ് മനുഷ്യന്റെ അസ്വസ്ഥതകളെ എങ്ങനെ പരിഹരിക്കാം, അതിനുള്ള വഴി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അന്നത്തെ നോളജ് എന്ന് പറയുന്ന സാധനം മുഴുവൻ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് ആ വേദനയെ എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നത്? അതിന് വിദ്യ, വേദം ഇതെല്ലാം ആ വാക്കിൽ നിന്നാണ് വരുന്നത്. പിന്നീടാണ് വേദന എന്ന് പറയുന്നത് മാത്രം ഒരു സാധനമായിട്ട് അതിനെ അങ്ങ് മാറ്റിക്കളഞ്ഞത്. വേദന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പൊ ആ നിലയ്ക്ക് നമ്മളിപ്പോ ചെയ്യുന്ന ഒരു വർക്ക് ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ മനസ്സിൽ കാണണമെന്ന് തോന്നുന്നു. അതായത് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ഡീപ്പായിട്ട് പറഞ്ഞാൽ ഇതൊക്കെയാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മുടെ തന്നെ വേദനകളെ ഒബ്സർവ് ചെയ്ത് ഒരു വ്യക്തി ലക്ഷ്യവും സമൂഹത്തിന്റെ ലക്ഷ്യവും ഒക്കെ ഏകീകരിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അപ്പൊ അതൊരു സ്കില്ലാണ്. അപ്പൊ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പിന്നെ അതൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് വെക്കണം. പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസ് ഇങ്ങനെയുള്ളവരൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ ആവുന്ന ഒരു അവസ്ഥ വരണം. ദാറ്റ് മീൻസ് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് തന്നെ നമ്മുടെ സ്പിരിച്വൽ ടെക്നോളജി, ബുദ്ധനൊക്കെ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ടെക്നീക്ക് സോ ടു സേ, അതിനൊരു മെയിൻ സ്ട്രീമിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പണ്ട്. തിരിച്ചു കൊണ്ടുവരണം. പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വിദേശത്തുനിന്ന് കപ്പൽ കടന്ന ആൾക്കാർ ഇന്ത്യ വന്ന് പഠിച്ചുകൊണ്ടിരുന്നത്.
അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞാനിപ്പോ വിശ്വസിക്കാന്ന് വെച്ചാൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു വഴി യേശുക്രിസ്തു പോലും ഇത് ഇവിടെ വന്ന് കമ്പാഷൻ പഠിച്ചു പോയി അതവിടെ പ്രാക്ടീസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നതാണ് അത് അതെ, നല്ല സാധ്യതയുണ്ട്. കാരണം ഈ ടെക്നീക്സ് ഒക്കെ അതുകൊണ്ടാണ് പുള്ളി രാത്രിയൊക്കെ പോയിട്ട് ഇങ്ങനെ സൈലൻസിൽ ഇരിക്കുന്നു. സൈലൻസ് ഭയങ്കര എപ്പോഴും പറയും നിങ്ങൾ പള്ളി പോച്ചുണ്ടാക്കുക അല്ലെങ്കിൽ ആ ദേവാലയത്തിൽ പോച്ചുണ്ടാക്കിയ പോരാ, നിശബ്ദമായിരിക്കണം, രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ കുറെ ടെക്നിക്സ് ഒക്കെ എനിക്ക് തോന്നുന്നു അത് മിക്കവാറും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഒരുപക്ഷെ ശ്രീബുദ്ധന്റെ കാര്യമൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ട്രഡീഷണൽ കാര്യമൊന്നും യഹൂദ മതത്തിൽ പറഞ്ഞാൽ അവർ അംഗീകരിക്കൂലായിരിക്കും, അതുകൊണ്ട് മിണ്ടാതിരുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. സംശയം. സോ താങ്ക് യു. അതാണ് എനിക്ക് പറയാനും. വി ഹാവ് ടു റീഡിസ്കവർ ചെയ്യണം, അയൺ ചെയ്യണം. നമുക്കിത് ഒരു എന്താണ് റിസർച്ച് ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഗവേഷണം നടത്തണം. എങ്ങനെ നമ്മുടെ ജീവിതം കുറച്ച് മെച്ചപ്പെടുത്താൻ പറ്റും സമൂഹ തലത്തിലും ദേശീയ തലത്തിലും ഇന്റർനാഷണൽ ലെവലിലൊക്കെ നല്ല പ്രസക്തിയുള്ള കാര്യമാണ്. താങ്ക് യു വെരി മച്ച്. ഇന്നലെ തന്നെ ഇപ്പൊ പറഞ്ഞത് കൊണ്ട് ഞാൻ ഓർക്കുകയാണ്, ഇന്നലെ ഞാൻ കുറച്ചു നേരം ഇന്ന് നമ്മുടെ ടിവിയിലെ വാർത്ത കണ്ടു. ഒരൊറ്റ വാർത്തയില്ല നമുക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഒരൊറ്റ വാർത്തയില്ല. ഒന്ന് കുംഭമേളയുടെ അവിടെ ഉണ്ടായ സ്റ്റാമ്പേഡ്, അതായത് ആൾക്കാർ തമ്മിൽ നടന്ന് അവിടെ തിക്കും തിരക്കുമായി എനിക്കൊന്ന് 100-150 പരം ആൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള കണക്ക് ഔദ്യോഗിക കണക്ക് അവർ പറയുന്നില്ലെങ്കിലും അതിലത്രയും ആൾക്കാർ മരിക്കുന്നുണ്ട്. ഏതാണ്ട് 20 കിലോമീറ്റർ ആൾക്കാർ സ്റ്റക്കായി കിടക്കുകയാണ്. അവിടെ തന്നെ മലമൂത്ര വിസർജനവും എല്ലാം അവിടെ തന്നെയാണ്. ആൾക്കാർ റോഡിൽ സ്റ്റക്കായി കിടക്കുന്നത്, വണ്ടിയില്ല, വള്ളമില്ല, ഒന്നുമില്ല. പിന്നെ കേരളത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഒരച്ഛനെ മക്കൾ കൂടി നിന്നും മർദ്ദിക്കുന്നു. മയക്കുമരുന്ന് കഴിക്കുന്നതിനെതിരെ അദ്ദേഹം പറഞ്ഞ ഉടനെ അച്ഛനെ മക്കൾ കൂടി മർദ്ദിക്കുന്നു. വേറൊന്ന്, ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നതിന്റെ കേസ് വേറെ. പിന്നെ ഒരു പയ്യനെ അവൻ റാഗ് ചെയ്ത് അവൻ ആത്മഹത്യ സംഭവങ്ങൾ വേറെ. പിന്നെ അതിന് കൂടാതെ എന്താ പറയാ, കാമുകനും ഒരു പെണ്ണും കൂടെ ചേർന്ന് ഭർത്താവിനെ കൊന്ന കേസ്, പിന്നെ ഒരാളെ സമാധിയാക്കിയതിന്റെ അതിന്റെ ബാക്കി കേസുകൾ, പിന്നെ ഒരു നടി ഒരാൾക്കെതിരെ കേസ് കൊടുത്ത് അയാൾ തിരിച്ച് കേസ് കൊടുത്തു, ആ പ്രശ്നങ്ങൾ. അങ്ങനെ അതുപോലെ തന്നെ അക്രമങ്ങൾ, തൊടുന്നത്, പിടിക്കുന്നത്. അതുപോലെ ഇന്നലെ വൈകിട്ടൊരു സിനിമ ഇവിടെ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളായിട്ടിരുന്ന ഒരു സിനിമ കണ്ടു, അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് എല്ലാവരും അങ്ങ് പിച്ചാത്തി എടുക്കുകയാണ്, അടിക്കുകയാണ്, ഓടുകയാണ്, ബോംബുമായിട്ട് ഓടുകയാണ്, പിച്ചാത്തിയായിട്ട് ഓടുകയാണ്, തോക്കുമായിട്ട് ഓടുകയാണ്, അടിയാണ്. ഒരു നേരം എല്ലാം കൂടെ അങ്ങ് എന്താ പറയാ കൺട്രോൾ വിട്ട ഒരവസ്ഥയാണ്. എല്ലാവരും ഈ പറയുന്ന മനസ്സിന്റെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹാബിറ്റുകൾ, അവനവന്റെ അനുഭൂതിക്ക് അനുസരിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹാബിറ്റുകളുമായിട്ട് ഇങ്ങനെ പായുകയാണ്. അപ്പം ബേസിക്കലി നമ്മളിപ്പം ബനി സാർ പറഞ്ഞ പോലെ നമ്മൾ സമൂഹത്തിലേക്ക് കൊടുക്കേണ്ട ഒരു പാഠ്യ പദ്ധതി തന്നെയാണിത്. ഇത് ചെറിയ സ്കൂൾ തലത്തിൽ തന്നെ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളിലും ഇതൊരു ഇതായി വരികയും നല്ലൊരു സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യുന്നത്. ബാക്കി ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ മിഴുങ്ങസ്യാന്ന് നോക്കിയിരിക്കുക, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എല്ലാവരും പിടിവിട്ട് പോവുകയാണ്. ഗവൺമെന്റ് പോലും മയക്കുമരുന്നും മദ്യവും ഒക്കെ അങ്ങ് വിൽക്കുകയാണ്, ലീഗലൈസ് ചെയ്യുകയാണ്. മയക്കുമരുന്ന് പോലും, കഞ്ചാവ് പോലും ലീഗലൈസ് ചെയ്യുകയാണ്, ലീഗലാക്കുകയാണ്. ഒന്നും ചെയ്യാൻ അറിയത്തില്ല, എവിടെയാണ് കറക്ഷൻ എന്ന് അറിയത്തില്ല, എവിടെയാണ് ആൾക്കാർ മാറേണ്ടത്, എവിടെയാണ് മാറ്റം കൊണ്ടുവരേണ്ടതെന്ന് ആർക്കും അറിയത്തില്ല. നോക്കുമ്പോൾ ഒരു കാര്യവും ആൾക്കാർക്ക് അറിയത്തില്ല എങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടു. അതിന്റെ ഇടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റു സംഭവങ്ങളും ചൊവ്വേ പോകുന്ന കാര്യവും അങ്ങ് മാഴ്സ് എല്ലായിടത്തും പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മനസ്സിന്റെ കാര്യത്തിൽ ഒരു തീർച്ചയായും തീരുമാനവും ഇല്ല. നമ്മൾ എന്തുണ്ടാക്കിയിട്ട് എന്താ കാര്യം? മനുഷ്യന് മനസ്സ് നന്നായില്ലെങ്കിൽ പിന്നെ അവൻ എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? മനസ്സിനകത്ത് സ്വസ്ഥത ഇല്ലെങ്കിൽ അവന് ചുറ്റും മുഴുവൻ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? സുഖമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താർജിച്ചിട്ട് എന്ത് കാര്യം? അപ്പൊ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എനിക്ക് വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ടുള്ള സംവേദനകൾ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ മറ്റൊരാളോടും ചെയ്യരുത്. ഇത് പരസ്പരം കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവനവന്റെ റെസ്പോൺസിബിലിറ്റീസ്, ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ, ഞാൻ എന്തൊക്കെ ചെയ്യാം, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളതിനെ പറ്റിയുള്ള ധാരണ കിട്ടും. ഒരു സമൂഹം കൃത്യമായി വാർത്തെടുക്കപ്പെടും. ഇതറിയാൻ അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ ഭാഗ്യവശാൽ ബാബാ സാഹേബ് നമ്മളോട് കൈ ചൂണ്ടി കാണിച്ച ആ ഒരു ഡയറക്ഷൻ
ധമ്മത്തിലേക്ക് പോകാൻ തന്നെയാണ്, നമ്മൾ അത് വഴിക്ക് തന്നെയാണ് പോകുന്നത്. അത് എല്ലാ രീതിയിലും നമുക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും ഗുണം ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം നമ്മളോട് പോകാൻ പറഞ്ഞിരിക്കുന്നതും ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് വ്യക്തിപരമായിട്ട് നമുക്ക് നല്ലതാണ്, സമൂഹത്തിന് കുടുംബത്തിന് നല്ലതാണ്, സമൂഹത്തിന് നല്ലതാണ്, രാഷ്ട്രത്തിന് നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. അപ്പൊ നമ്മൾ ആ ഒരു ആംഗിളിലേക്ക് പോവുക. പിന്നെ മറ്റൊരു കാര്യം, ഒരാൾക്കാർ പലപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരെയും, നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെയും കുടുംബത്തിലുള്ളവരെയൊക്കെ നിങ്ങൾക്ക് എല്ലാവരെയും നന്നാക്കാൻ പറ്റുമോ, പറ്റുകയില്ലയോ, ഇത്രയും കഴിവുള്ള ആൾക്ക് അതൊക്കെ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. അതിന് നമുക്ക് പറ്റുന്ന ഒരു മറുപടി, ഞാനൊരു റേഡിയോ സ്റ്റേഷനാണെന്ന് കരുതുക. ഞാൻ ഈ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് എപ്പോഴും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റേഡിയോ കയ്യിലുള്ളവര് എന്റെ സ്റ്റേഷൻ ട്യൂൺ ചെയ്ത് കറക്റ്റ് ആക്കിയാൽ മാത്രമേ ഞാൻ പറയുന്ന അവിടെ കിട്ടത്തുള്ളൂ. അതായത് ഞാൻ പറയുന്ന അതേ വൈബിലേക്ക് അതിനെ തിരിച്ചെടുക്കാനും അതിനെ റിസീവ് ചെയ്യാനും മനസ്സിൽ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന അവിടെ എത്തുള്ളൂ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരിടത്തു നിന്ന് തുടങ്ങി ട്രാൻസ്മിഷനിൽ നിന്ന് പോയി റിസീവിങ്ങിലേക്ക് എത്തുന്നിടം വരെയാണ്. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ യഥാർത്ഥ രീതിയിൽ തന്നെ അവിടെ എത്തുമ്പോൾ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായും നമുക്ക് പറയാനാവുക. ഇതിനെ തെറ്റായ ഒരു രീതിയിലാണ് അയാൾ മനസ്സിലാക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ എടുത്തിരിക്കുന്ന ട്യൂണിങ് തെറ്റാണ്, നമ്മൾ പറയുന്നതല്ല അയാളിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ്. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് ചിലപ്പോൾ നമ്മളെ മനസ്സിലായില്ലെന്ന് വരാം, പക്ഷെ പുറത്തുള്ള ഒരാൾക്ക് ചിലപ്പോൾ നമ്മളെ മനസ്സിലായി എന്ന് വരാം. അതിന്റെ അർത്ഥം ആ കറക്റ്റ് രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുള്ളത്. നമ്മൾക്ക് ഇവിടുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് പറ്റുള്ളൂ. അത് റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ള ആൾക്കാരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ബന്ധു ആയതുകൊണ്ടോ നമ്മുടെ സ്വന്തമായതുകൊണ്ടോ നമ്മൾ ഈ പറയുന്ന എല്ലാം അവർക്ക് കിട്ടിക്കോണമെന്നില്ല. ഏതൊരാളാണോ നമ്മൾ പറയുന്നതുമായിട്ട് കറക്റ്റ് ആ ഫ്രീക്വൻസിൽ ആ വൈബ്രേഷനിൽ അതിനെ എടുക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്നവർക്ക് മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. നമ്മളിത് പറയുക, സമൂഹത്തിൽ കുറച്ചുപേരെങ്കിലും ആ കാര്യങ്ങളെ റിസീവ് ചെയ്യാൻ ഉണ്ടാവും. യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥത്തിൽ, പൂർണ്ണാർത്ഥത്തിൽ, അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കുറച്ചുപേരെങ്കിലും ഉണ്ടാവും. അതെപ്പോഴും ഉണ്ടാവും. ഒരു വലിയ വിഭാഗം ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ ഒരു കപ്പാസിറ്റി ഉണ്ടാവത്തില്ല. ചിലപ്പോൾ അവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവണമെന്നില്ല. അതും ഇതിനകത്തൊരു വശമാണ്.